എപ്സ്റ്റീൻ ഫയലിൽ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്കെതിരെ കോൺഗ്രസ്. അമേരിക്കയിലെ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ഹർദീപ് സിംഗ് പുരി നിരവധി കൂടിക്കാഴ്ചകൾ നടത്തിയെന്നാണ് ആരോപണം. 2014 ഹർദീപ് സിംഗ് പുരി എപ്സ്റ്റീനെ 9 തവണ കണ്ടു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ നടന്ന ഈ കൂടിക്കാഴ്ചകൾ എന്തിനാണെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര ചോദിച്ചു. Who was Hardeep Puri? What was his status? What was his authority? In what capacity was he meeting Epstein? ये कनेक्शन ही सब कुछ है. इसीलिए बर्थडे ग्रीटिंग्स दी जा रही हैं, इसीलिए बिल गेट्स से डरा जा रहा है. जून 5 में ये बैठकों का सिलसिला शुरू होता है. कनेक्शन तो है. भाई आप मुझे बताइए, if Hardeep Puri was a private citizen, doesn't he owe an explanation to the government which he serves today, to the country which he serves today? What was he doing? Why was he discussing policy with Epstein as a private citizen? അതേസമയം എപ്സ്റ്റീൻ ഫയൽ വിവാദത്തെ തുടർന്ന് ഡൽഹിയിലെ AI ഉച്ചകോടിയിൽ ബിൽ ഗേറ്റ്സ് പങ്കെടുത്തേക്കില്ല എന്ന റിപ്പോർട്ട് ഗേറ്റ്സ് ഫൗണ്ടേഷൻ തള്ളി. PR അരവിന്ദ് വിവരങ്ങളുമായി. അരവിന്ദ്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഈ ആരോപണം ഉന്നയിക്കുന്നു. അതിനുശേഷം ഹർദീപ് സിംഗ് പുരിയുടെ വിശദമായ വാർത്താ സമ്മേളനം. പറഞ്ഞ കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ആധികാരികമായി തന്നെ തള്ളുകയാണോ? വിവരങ്ങൾ എങ്ങനെയാണ്? എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെയും ഹർദീപ് സിംഗ് പുരിക്കെതിരായ ആരോപണങ്ങൾ കോൺഗ്രസ് തുടരുകയാണ്. ഹർദീപ് സിംഗ് പുരിയെ ഒരു നുണയൻ എന്നതാണ് കോൺഗ്രസ് വക്താവ് പവൻ ഖേര വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് 2014 ഏകദേശം 9 തവണ എപ്സ്റ്റീനുമായി ഹർദീപ് സിംഗ് പുരി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിൽ യാതൊരുവിധ പദവികളും ഇല്ലാതിരുന്നപ്പോൾ നടത്തിയ ഈ കൂടിക്കാഴ്ചയിൽ ഗൂഢാലോചനയും അതുപോലെ തന്നെ ദുരൂഹതയും ഉണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി ഇമെയിൽ സന്ദേശങ്ങൾ എപ്സ്റ്റീനും അതുപോലെ തന്നെ ഹർദീപ് സിംഗ് പുരിയും തമ്മിൽ കൈമാറി എന്നതും കോൺഗ്രസ് ആരോപിക്കുന്നു. ഇതുകൂടാതെ തന്നെ ബിൽ ഗേറ്റ്സിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. കാരണം എപ്സ്റ്റീൻ ഫയൽസിൽ അടക്കം ബിൽ ഗേറ്റ്സിന്റെ പേരുണ്ട്. വിദേശത്ത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ഒരാളെ എന്തിനാണ് കേന്ദ്ര സർക്കാർ സംരക്ഷിക്കുന്നതെന്നൊരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ ബിൽ ഗേറ്റ്സ് പങ്കെടുക്കില്ല എന്ന് ചില സർക്കാർ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ പങ്കെടുക്കുമെന്ന് ബിൽ ഗേറ്റ്സും പറയുന്നു. അപ്പോൾ ആരാണ് ഈ സർക്കാർ വൃത്തങ്ങൾ? എന്തുകൊണ്ടാണ് എപ്സ്റ്റീൻ ഫയൽസിലെ ഇരകൾക്കൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ടെന്നത് നേരിട്ട് പറയാൻ ഭയമെന്നതാണ് ഇപ്പോൾ പവൻ ഖേര അടക്കം ചോദിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി വലിയ രീതിയിൽ ഭയക്കുന്നു. കാരണം ഹർദീപ് സിംഗ് പുരിയും എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വന്നാൽ അത് കേന്ദ്ര സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുമെന്നതാണ് ഇപ്പോൾ പവൻ ഖേര ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും ബിൽ ഗേറ്റ്സ് പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ബിൽ ഗേറ്റ്സ് പങ്കെടുക്കില്ല എന്ന്. പക്ഷേ ഗേറ്റ് ഫൗണ്ടേഷൻ അടക്കം ബിൽ ഗേറ്റ്സ് പങ്കെടുക്കുമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെയും മറ്റന്നാളും അതുപോലെ തന്നെ 20-ാം തീയതിയുമാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുക. നിലവിൽ ബിൽ ഗേറ്റ്സ് ഇന്ത്യയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അമരാവതിയിലെത്തിയ ബിൽ ഗേറ്റ്സിന് വലിയ രീതിയിലുള്ള സ്വീകരണം നൽകിയിരുന്നു. TDP നേതാക്കൾ അടക്കം ബിൽ ഗേറ്റ്സിനെ സ്വീകരിച്ചിരുന്നു. പക്ഷേ എപ്സ്റ്റീൻ ഫയൽസിലടക്കം പേര് വന്നൊരു ആളെ എന്തിനാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അതിന് പിന്നിലെ ഉദ്ദേശമാണ് ഇപ്പോൾ കോൺഗ്രസ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അതേസമയം ഹർദീപ് സിംഗ് പുരി പറയുന്നതെല്ലാം നുണയാണ്. നിരവധി തവണ, ഏകദേശം 2014 9 തവണ ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഹർദീപ് സിംഗ് പുരി തന്നെ പുറത്തുവിടണമെന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.